ഗൂഗിൾ തങ്ങളുടെ ഡിവൈസ് ലൊക്കേഷൻ സേവനമായ ഫൈൻഡ് മൈ ഡിവൈസിനെ 2024 പരിഷ്കരിച്ച് ഫൈൻഡ് ഹബ് എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു. ആൻഡ്രോയിഡ് സംവിധാനത്തിൽ ആദ്യമായി ക്രൗഡ് സോഴ്സ്ഡ് ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് ട്രാക്കിംഗും വിപുലമായ ഡിവൈസ് പിന്തുണയും ഉൾപ്പെടുത്തിയത് വലിയ പ്രതീക്ഷകളോടെയായിരുന്നു. എന്നാൽ പ്രായോഗിക പരീക്ഷണങ്ങളിൽ ഈ സംവിധാനം പല കാര്യങ്ങളിലും നിലവാരത്തിനു ഉയർന്നില്ലെന്നതാണ് വസ്തുത. തിരക്കേറിയ സ്ഥലങ്ങളിൽ പോലും ഉപകരണത്തിന്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്തുന്നതിൽ ഫൈൻഡ് ഹബ് പരാജയപ്പെടുന്നുണ്ട്. ഷവോമി ടാഗ് ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ മറ്റ് GPS ട്രാക്കറുകളെ അപേക്ഷിച്ച് ഗൂഗിളിന്റെ നെറ്റ്വർക്ക് നൽകിയ വിവരങ്ങളിൽ വലിയ വ്യത്യാസം കണ്ടെത്തി. സുരക്ഷാസംബന്ധമായ ഗുരുതരമായ വീഴ്ചകളും ഈ സംവിധാനത്തിലുണ്ട്. ഒരു ട്രാക്കർ എളുപ്പത്തിൽ റീസെറ്റ് ചെയ്യാനും ഉടമസ്ഥാവകാശം മറ്റൊരാളിലേക്ക് മാറ്റാനും സാധിക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ്. കൂടാതെ ലൊക്കേഷൻ ഹിസ്റ്ററി കാണാനുള്ള സൗകര്യവും ഫോൺ കണ്ടെത്താനുള്ള ടു-വേ റിംഗിംഗും സെപ്പറേഷൻ അലേർട്ടുകളും ഈ സേവനത്തിൽ അപര്യാപ്തമാണ്. ആഗോളതലത്തിൽ 100 കോടിയിലധികം ആൻഡ്രോയിഡ് ഉപകരണങ്ങളുടെ പിന്തുണയുണ്ടായിട്ടും ഗൂഗിളിന്റെ ഈ നീക്കം ഉപയോക്താക്കൾക്ക് വലിയ നിരാശയാണ് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.